ഹലോ ഗൈസ്, ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട്. ഇന്ന് നമുക്കറിയാം ഇൻഡസ്ട്രിയിൽ ഒരു ഏറ്റവും നല്ലൊരു സ്മോൾ ക്യാപ് ഫണ്ടാണ്. ഒരുപാട് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൊരു ഫണ്ടാണ് നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട്. ഈ ഫണ്ടിൻ്റെ ഇൻഫർമേഷൻസ് നമുക്ക് നോക്കാം. ഇത് ആക്ച്വലി ഒരു സ്മോൾ ക്യാപ് ഫണ്ടാണ്. അതിൽ നിപ്പോൺ ഇന്ത്യയുടെ ഇത് മിനിമം SIP എമൗണ്ട് 100 rupees തുടങ്ങുക. അതിൽ ലംസ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇത് ഈ ഫണ്ട് തുടങ്ങിയ ഇൻസെപ്ഷൻ ഡേറ്റ്, അത് ഫണ്ട് തുടങ്ങിയ 2010-ലാണ്. പിന്നെ കറണ്ട് NAV 199 രൂപയാണ്. ടോട്ടൽ AUM 56,000 കോടി ഉണ്ട്. എക്സ്പെൻസ് റേഷ്യോ 0.6. പിന്നെ ഗ്രോത്ത് പ്ലാന്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇതിൽ ടാക്സസ് 15%, 10%, ലെസ് ദാൻ 1 year, മോർ ദാൻ 1 year. പിന്നെ എക്സ്പെൻസ് റേഷ്യോ, അതായത് എക്സിറ്റ് ലോഡ് 1% ആണ്. ഇപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ 1% ചാർജ് ആകും. പിന്നെ ഇതിലുള്ളത് ടോട്ടൽ 210 സ്റ്റോക്സ് ആണുള്ളത്. 210 സ്റ്റോക്സിലാണ് ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒരു സ്മോൾ ക്യാപ് ഫണ്ടിൽ മാക്സിമം 250 സ്റ്റോക്സ് വരെ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ 210 സ്റ്റോക്സ്. അത് ഇങ്ങനെ ഫണ്ട് മാനേജേഴ്സ് ആഡ് ചെയ്യിച്ചോ AUM കൂടുന്നതിനനുസരിച്ച്, ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് AUM കൂടും. അപ്പോൾ AUM കൂടുന്നതിനനുസരിച്ച് കുറേ കമ്പനീസ് ഇവരിങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും, അലോക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് 210 സ്റ്റോക്സ്, ആ സ്റ്റോക്സ് ഏതൊക്കെയെന്ന് നോക്കാം. സെക്ടേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നതാണ്. ഇൻഡസ്ട്രിയൽ, മെറ്റീരിയൽ, ബേസിക് മെറ്റീരിയൽസ്, കൺസ്യൂമർ, സൈക്ലിക്കൽ ടെക്നോളജി, കൺസ്യൂമർ ഡിഫൻസ്, ഹെൽത്ത് കെയർ, കമ്മ്യൂണിക്കേഷൻ സർവീസ്, എനർജി, റിയൽ എസ്റ്റേറ്റ്. ഇത്രയും സെക്ടേഴ്സ് ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് കമ്പനീസ്, ഇതിൽ ഹോൾഡിങ്സ് നോക്കാം. HDFC ബാങ്ക് 1.78%, HDFC ബാങ്ക്, കിർലോസ്കർ, ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, വോൾട്ടാം ട്രാൻസ്ഫോമേഴ്സ്, ഭാരത് ഹെവി ഇലക്ട്രോണിക്കൽസ്, കരൂർ വൈശ്യ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഫൈസർ, ഏഷ്യൻ പെയിൻറ്റ്സ്, L&T, സൈഡസ്. ഇതിൽ സം ഓഫ് കമ്പനീസ് ലാർജ് ക്യാപ്പിൽ ഒരു ഇത്ര % വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ലാർജ് ക്യാപ്പ് കമ്പനീസ് ഒരു 10% ഉണ്ടായിരിക്കും. അങ്ങനെ ഇത്ര % വെച്ചിട്ടാണ് ഇവർ അലോക്കേറ്റ് ചെയ്യുക ഫണ്ട്. പിന്നെ ബാക്കി ഒരു 70+% സ്മോൾ ക്യാപ്പ് കമ്പനീസ് തന്നെ ആയിരിക്കും വരുന്നത്. ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ്, ബിർള കോപ്പ്, വോൾട്ടാസ്, പ്രാജ് RBL, ബ്ലൂ സ്റ്റാർ, ദീപക് നൈട്രേറ്റ്, ബജാജ് ഇലക്ട്രിക്കൽസ്, PNB ഹൗസിംഗ് ഫിനാൻസ്, വേറെ സുന്ദരം, HDFC ലൈഫ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, റൈമണ്ട്, ബജാജ് കൺസ്യൂമർ, UTI AMC, ആദിത്യ ബിർള AMC, അംബുജ സിമെൻറ്റ്, ബ്ലൂ ഡാർട്ട്. ഫേമസ് ആയിട്ടുള്ള കുറേ കമ്പനീസ് നമുക്കിതിൽ തന്നെ കാണാം, സ്മോൾ ക്യാപ്പിൽ വരുന്ന. ഓൾറെഡി നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കമ്പനീസ് എല്ലാം നമുക്ക് അറിയുന്നുണ്ടായിരിക്കും. സിറ്റി യൂണിയൻ ബാങ്ക്, ബജാജ് ഫിനാൻസ്, വേർപൂൾ, ആക്സിസ് ബാങ്ക്, സൊമാറ്റോ, യൂണിയൻ ബാങ്ക്, NIIT, പിരാമൽ, JK ടയേഴ്സ്, ഇക്വിറ്റ സ്മോൾ ഫിനാൻസ് ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ICICI പ്രൊഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ്, ജൂബിലൻറ്റ് ഫുഡ് വർക്ക്, റോളക്സ് റിങ്സ്, ടാറ്റ കൺസ്യൂമർ വുഡ്. ഇത്രയും 210 സ്റ്റോക്സ്, ഇത്രയും സ്റ്റോക്സാണ് ഇതിലുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ എമൗണ്ട് ഇത്രയും സ്റ്റോക്സിലോട്ടാണ് പോവുക. താങ്ക് യു ഗൈസ്.